എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എപ്പോഴും ബിസിനസ്സിലും ബിസിനസ് സ്റ്റഡീസിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ബിസിനസ് റിസ്ക്. റിസ്ക് എന്ന് പറയും. റിസ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കുതിരോട്ടം പപ്പുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിസ്ക് എടുക്കണം എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് റിസ്ക് എന്ന് നമുക്കറിയില്ല. നമ്മൾ പഠിക്കുന്ന ബിസിനസ്സിലും ബിസിനസ് സ്റ്റഡീസിലും ഒക്കെ റിസ്ക് ഉണ്ട്. എന്താണ് ആ റിസ്ക് എന്നുള്ളതാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ, അതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗത്ത് ശ്രദ്ധിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേര് ബിസിനസ് റിസ്ക്. The term business risk refers to the possibility of inadequate profit or even loss due to uncertainties or unexpected events. ബിസിനസ് റിസ്ക് എന്താണെന്നാണ് പറയുന്നത്. റിസ്ക് എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിങ് നോക്കിയേക്കണേ. പലപ്പോഴും പരീക്ഷ പേപ്പർ നോക്കുമ്പം ചിരിക്കാനുള്ള സാധ്യതകൾ നൽകുന്നൊരു പദമാണ് റിസ്ക് എന്നുള്ള പദം എഴുതി വെച്ചേക്കുന്നത്. RISK ആണ് റിസ്ക്. refers to the possibility of inadequate profit. adequate profit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും ഇല്ലാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം കച്ചവടം നടത്തി വരുന്നതാണ് adequate profit. ലാഭവും നഷ്ടവും ഇല്ല, വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ adequate profit ആണ്. inadequate എന്ന് പറഞ്ഞാൽ adequateൻ്റെ ഓപ്പോസിറ്റ് ആണ്. കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അത്ര രീതിയിലുള്ള പണം ലഭിച്ചില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് inadequate profit. പോസിബിലിറ്റി ഓഫ് ഇന്നാഡിക്വേറ്റ് പ്രോഫിറ്റ്, ഉചിതമായ രീതിയിലുള്ള ലാഭം ലഭിക്കാനുള്ള സാധ്യതയില്ലായ്മ. അതുപോലെ ഓർ ഈവൻ ലോസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി. സർട്ടനിറ്റി ഉറപ്പ്, അൺസർട്ടനിറ്റി ഉറപ്പില്ലായ്മ. നഷ്ടം സംഭവിക്കാം, ഉറപ്പില്ലായ്മ കൊണ്ട് നഷ്ടം സംഭവിക്കാം, അങ്ങനെയുള്ളത്. ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻസ്, ചില ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലോ ഉറപ്പില്ലാത്ത കാര്യങ്ങളുടെ നഷ്ടത്തിൻ്റെ പേരിലോ ഉചിതമായി പ്രതീക്ഷിച്ച അത്രയും പ്രോഫിറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇനിയും അതിൻ്റെ രണ്ട് തരം റിസ്കുകൾ. ബിസിനസ് എൻ്റർപ്രൈസ് കോൺസ്റ്റൻ്റ്ലി ഫേസസ് 2 types ഓഫ് റിസ്ക്. 2 തരം റിസ്കുകളാണ് സാധാരണ ബിസിനസ് എൻ്റർപ്രൈസസ് അഭിമുഖീകരിക്കുന്നത്. അതിലൊന്ന് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയും. എന്താണ് സ്പെക്കുലേറ്റീവ് റിസ്ക്? ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. ഇവിടെ ലാഭമുണ്ടാകുവാനും നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യത ഈ റിസ്കിലുണ്ട്, സ്പെക്കുലേറ്റീവ് റിസ്കിലുണ്ട്. ലാഭമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്, നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കി. എക്സാമ്പിൾ, ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. കച്ചവടത്തിലെ അല്ലെങ്കിൽ വ്യാപാര സ്ഥലത്തുണ്ടാകുന്ന അവസ്ഥയുടെ വ്യതിയാനം കാരണം ലാഭവും ഉണ്ടാകാം, നഷ്ടവും ഉണ്ടാകാം. ചില സമയത്ത് കച്ചവടം നമുക്ക് അനുകൂലമായിരിക്കും, ആ സാഹചര്യം നമുക്ക് അനുകൂലമായിരിക്കും. പ്രതീക്ഷിക്കാതെ ഒരുപാട് കച്ചവടങ്ങൾ നടന്നെന്ന് വരാം. ഒരു ഉദാഹരണം, ചിക്കൻ ഗുനിയ ബാധിച്ച സമയത്ത് ചിക്കൻ ഗുനിയയുടെ പ്രതിരോധമായി ഓമയ്ക്കയായിരുന്നു ഉപയോഗിച്ചത്. കപ്ലങ്ങ എന്നൊക്കെ പറയുന്ന ഓമയ്ക്കയാണ് ഉപയോഗിച്ചത്. പെട്ടെന്നാണ് ഓമയ്ക്കായ്ക്ക് റേറ്റ് കൂടിയത്, അല്ലെങ്കിൽ ഓമയ്ക്കയുടെ ഡിമാൻഡ് കൂടിയത്. ഭയങ്കര കച്ചവടം നടക്കുകയും ചെയ്തു. ഇപ്പം നമ്മുടെ നാട്ടിൽ കൊറോണ വ്യാപിച്ചപ്പോൾ എല്ലാവരും നെല്ലിക്ക കൂടുതൽ കഴിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് അനുകൂലവുമാകാം, എന്നാൽ പ്രതികൂലമാണ്. ചില സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പം ആ സാധനത്തിന് ആർക്കും വേണ്ടാതെ വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്കിന് പറയുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് പ്യുവർ റിസ്ക് എന്നാണ് പറയുന്നത്. പ്യുവർ റിസ്ക് ഇൻവോൾവ്സ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയോ അത് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ലാഭത്തിനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ നഷ്ടവും ഇല്ല ലാഭവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. അതിന് പ്യുവർ റിസ്ക് എന്നാണ് പറയുന്നത്. നോക്കിയാൽ ചാൻസ് ഓഫ് ഫയർ. ഒരു സ്ഥലത്ത് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതൊരിക്കലും ലാഭം ഉണ്ടാക്കില്ല, നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ നഷ്ടമില്ലാത്തൊരവസ്ഥയും വേണമെങ്കിൽ ഉണ്ടാക്കാം, ലാഭം ഒരിക്കലും ഉണ്ടാവില്ല. മറ്റേ സ്പെക്കുലേറ്റീവ് റിസ്കിന് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ,
ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഉണ്ട്, ഇവിടെ നോ പോസിബിലിറ്റി ഫോർ ഗെറ്റിംഗ് ഗെയിൻ. ഇതാണ് ഇത് തമ്മിലുള്ള പ്യുവർ റിസ്ക്കും സ്പെക്കുലേറ്റീവ് റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനിയും നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ നേച്ചർ എന്താണ്, സ്വഭാവം എന്താണ്, സവിശേഷത എന്താണ്? ഒന്ന്, ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി. ഉറപ്പില്ലായ്മ ഉണ്ട്, കൃത്യമായി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ബിസിനസ് റിസ്ക് ഉണ്ടാകുന്നത്. നാളെ കച്ചവടം നടക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി ഉറപ്പില്ലാത്തതുകൊണ്ട്, ഇന്ന് ഇത് എല്ലാവരും വാങ്ങിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമുക്ക് റിസ്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ റിസ്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അടുത്ത, റിസ്ക് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. എല്ലാ ബിസിനസ്സിനും ഈ റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് ഏറ്റെടുക്കലാണ് ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനവും. റിസ്ക് എല്ലാ ബിസിനസ്സിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് തേർഡ് വൺ, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കും ബിസിനസിന്റെ ലാഭവും നഷ്ടവും. വലിയ ബിസിനസ്സാണ് എങ്കിൽ ഭയങ്കര നഷ്ടമുണ്ടാകാം, ഭയങ്കര ലാഭവും ഉണ്ടാകാം. ചെറിയ ബിസിനസ്സാണ് എങ്കിൽ ചെറിയ ലാഭവും ചെറിയ നഷ്ടവും ഉണ്ടാവുള്ളൂ. 10 രൂപ വെച്ച് കച്ചവടം നടത്തുന്ന ആൾക്ക് 10 രൂപ മാത്രമേ ലാഭമായിരുന്നാലും നഷ്ടമായാലും ഉണ്ടാവുള്ളൂ. അസമയം 10 ലക്ഷം രൂപ വെച്ച് കച്ചവടം നടക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപ വരെ നഷ്ടവും 10 ലക്ഷം രൂപ വരെ ലാഭവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേച്ചർ ഓഫ് ദ ബിസിനസ്, നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം. നമ്മൾ എന്താണോ കച്ചവടം നടത്തുന്നത്, കച്ചവടത്തെ ആശ്രയിച്ചിരിക്കും. ഒരുപാട് സാധനങ്ങൾക്ക് തുച്ഛമായ വിലയുള്ളതാണ് എങ്കിൽ അത് വലിയ നഷ്ടം വരില്ല. എന്നാൽ ചെറിയൊരു സാധനം, ഒരു ചെറിയ ഡയമണ്ട്, അത് നോക്കുമ്പോൾ ചെറുതാണ്, പക്ഷെ ഭയങ്കര നഷ്ടവും ഭയങ്കര ലാഭവും ഉണ്ടാക്കിയെടുക്കുന്ന. അതാണ് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല എങ്കിൽ പ്രോഫിറ്റും ഉണ്ടാവില്ല, അയാൾക്ക് അങ്ങനെ തന്നെ ഇരുന്ന് പോകാനായിട്ടും. പക്ഷേ റിസ്ക് ഏറ്റെടുക്കുകയാണ് എങ്കിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ടോപ്പിക് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. നഷ്ടം വരാനുള്ള സാധ്യതകൾ എന്തെല്ലാം, ബിസിനസ്സിൽ നഷ്ടം വരുത്താനുള്ള സാധ്യതകൾ എന്തെല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ബിസിനസ് റിസ്ക് മെയിൻലി നാച്ചുറൽ കോസ്, ഹ്യൂമൻ കോസ്, എക്കണോമിക് കോസ്, പൊളിറ്റിക്കൽ കോസ്, മാനേജ്മെൻറ്റ് കോസ്, ഇത്രയും കോസുകളാണ്, ഇത്രയും കാരണങ്ങളാണുള്ളത്. നാച്ചുറൽ കോസ്, പ്രകൃതിദത്തമായ കാരണങ്ങൾ, പ്രകൃതിയിൽ കൂടി വരാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹെവി റെയിൻ, ഭയങ്കര മഴ വന്ന് കൃഷിയെല്ലാം നശിക്കാം, കെട്ടിടങ്ങളെല്ലാം മറിഞ്ഞു വീഴാം, ഒക്കെ സംഭവിക്കാം. ഫാമിൻ, ക്ഷാമം, പട്ടിണി വരാം. എർത്തിക്വക്ക്, ഭൂമികുലുക്കം. ഫയർ, തീയ്. ഡ്രൗട്ട്, വരൾച്ച. സുനാമി, അറിയാം, കടൽ തീരത്ത് നിന്ന് ഉണ്ടായ കടലിൻ്റെ പ്രതിഭാസം. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള കോസുകളാണ്, പ്രകൃതിയിൽ നിന്ന് ഉണ്ടായ കാരണങ്ങളാണ്. രണ്ടാമത്തെ ഹ്യൂമൻ കോസ്, മനുഷ്യബന്ധിതമായ കാരണങ്ങൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് തെഫ്റ്റ്, ഒരു മനുഷ്യൻ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് മനുഷ്യബന്ധിതമാണ്. സ്ട്രൈക്ക്, സമരങ്ങൾ, ലോക്കൗട്ട്, അടച്ചിടൽ. നെഗ്ലിജൻസ്, ശ്രദ്ധക്കുറവ്, ആളുകളുടെ ശ്രദ്ധക്കുറവ് മുഖാന്തരം തീ പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ശ്രദ്ധക്കുറവുണ്ട്. കെയർലെസ്നെസ്, ഉത്തരവാദിത്തക്കുറവ്. റയോട്ട്, ലഹളകൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ബിസിനസ്സിന് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. അടുത്തത് എക്കണോമിക് കോസ്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം നിങ്ങൾക്കറിയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വാങ്ങിച്ചൊരു സാധനമാണ്, പെട്ടെന്ന് ആർക്കും വേണ്ടാതായി. ആൻഡ് പ്രൈസ്, ചെറിയ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വലിയ വിലയായിപ്പോയി. അതെല്ലാം എക്കണോമിക് കോസാണ്. മാർക്കറ്റ് കണ്ടീഷൻ, സമൂഹത്തിൽ ഇതിനേക്കാളിലും ഉപയോഗമുള്ള സാധനം വേറെയുണ്ട്, വില കുറഞ്ഞ സാധനം വേറെയുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി. അതാ അടുത്ത പറയുന്നത് കോമ്പറ്റീഷൻ.
ഒരേ സാധനം തന്നെ പലര് കച്ചവടത്തിന് ഇറങ്ങി കഴിയുമ്പോൾ ലാഭം കുറയും, നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അട്രാക്റ്റീവായിട്ട് ആര് കച്ചവടം നടന്നു അവരുടെ അടുത്തേക്ക് ആൾ പോവുള്ളൂ. അടുത്ത ട്രേഡ് ഡിപ്രഷൻ, ആ കച്ചവടത്തിനുണ്ടായ തകർച്ച. ഇപ്പോഴത്തെ കൊറോണ കാലഘട്ടം ഈ ട്രേഡ് ഡിപ്രഷൻ്റെ കാലഘട്ടമാണ്. വലിയ കച്ചവടമൊന്നും നടത്തുന്നില്ല, അധികം ആളുകൾ ആരും എങ്ങും പോകാത്തതുകൊണ്ട് തന്നെ തുണിത്തരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഡിപ്രസ്ഡായി നിൽക്കുകയാണ്. ഫോർത്ത് വൺ, പൊളിറ്റിക്കൽ കോസസ്. എന്താ പൊളിറ്റിക്കൽ കോസസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ചേഞ്ച് ഇൻ ദ ഗവൺമെൻറ് പോളിസീസ് റിഗാർഡിംഗ് എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ മാറ്റി കയറ്റിയയപ്പ് ഇറക്കുമതി എന്നുള്ളതിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പുതിയ രീതിയിലാക്കി. അങ്ങനെ ആയപ്പം കയറ്റി അയക്കാമെന്ന് വിചാരിച്ച സാധനമൊന്നും കയറ്റി അയക്കാൻ കഴിയുന്നില്ല. ഇറക്കുമതി ചെയ്ത് ഫർദർ പ്രൊഡക്ഷൻ നടത്താമെന്ന് വിചാരിച്ച ഇമ്പോർട്ട് സാധനങ്ങളൊന്നും ഇറക്കി വരുത്താൻ കഴിയുന്നില്ല. അതിനെല്ലാം പല നിയമങ്ങൾ ഗവൺമെൻറ് അതാത് സമയത്ത് എടുക്കും. ടാക്സേഷൻ, വലിയ ടാക്സ് ഉണ്ടാക്കി വയ്ക്കുക, ഇത്ര ശതമാനം. ചിലരെങ്കിലും GST കുറിച്ചൊക്കെ അങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. GST വന്ന മുഖാന്തരം കുറേ പ്രശ്നങ്ങൾ. ലൈസൻസിങ് പോളിസി, എന്തൊക്കെ ബിസിനസ് ഇവിടെ നടത്തണം നടത്തണ്ട എന്നുള്ള കാര്യം ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അതിന് ലൈസൻസ് കൊടുക്കണോ വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. അങ്ങനെ വരുന്ന സമയത്തും ബിസിനസ് നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ലാഭകരമാണെന്ന് നിർബന്ധമില്ല. ഐഡിയോളജി ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി. ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അവരുടേതായ ചില ഐഡിയോളജികളുണ്ട്, അവരുടേതായ ചില ദാർശനിക ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ ഉൾക്കൊള്ളാത്ത ബിസിനസ്സിനൊന്നും ചിലപ്പം അവർ പ്രൊമോഷൻ നൽകില്ല. അതും പൊളിറ്റിക്കൽ കോസാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, മാനേജ്മെൻറ്റ് കോസ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചില കാരണങ്ങളുണ്ട്. ഹ്യൂമൻ കോസ് പോലെ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാമെങ്കിലും ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലാണ്, ഇച്ചിലൂടെ മുകളിലെ തട്ടിലുള്ള കാര്യമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പുവർ പ്ലാനിങ്. കൃത്യമായി പ്ലാൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നഷ്ടം വരാം. ആബ്സെൻസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാനല്ല. കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ത്യയിൽ ഓരോ ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങാം. എന്തുകൊണ്ട് ഇറങ്ങുന്നു? മനുഷ്യൻ്റെ ടേസ്റ്റ് മാറുന്നതനുസരിച്ച് റിസർച്ച് നടത്തി പുതിയ പുതിയ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നു. അപ്പോൾ റിസർച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ. പുതിയ പുതിയ സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് ഇരിക്കണം, എങ്കിൽ മാത്രമേ അതിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. മിസ്മാനേജ്മെൻറ്റ്, നേതൃത്വം നൽകിയവരുടെ കാര്യക്ഷമതയുടെ കുറവ് കാരണം ബിസിനസ്സിന് നഷ്ടമുണ്ടാകാം. ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു, നഷ്ടം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ലാഭം കുറയാനുള്ള സാധ്യത, ഇതെല്ലാം കൂടി ചേർത്താണ്. അത് രണ്ട് രീതിയിലുള്ള റിസ്ക് ബിസിനസ്സിലുണ്ടെന്ന് പറഞ്ഞു, സ്പെക്കുലേറ്റീവ് റിസ്ക്കും പ്യുവർ റിസ്ക്കും എന്ന് പറഞ്ഞ്. എന്തൊക്കെയാണ് റിസ്കിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പഠിച്ചു. അതിനുശേഷം 5 കോസ് പഠിച്ചു, നഷ്ടം വരാനുള്ള 5 സാധ്യതകൾ. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ടോപ്പിക്കാണ്. കൂട്ടുകാർക്ക് പഠിക്കാൻ ഇടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.